ഹേ ഗൈസ്, അപ്പം ഭാഗ്യയുടെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു കേക്ക് വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഗൈസ്. ഏതാണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ് ഗൈസ്. ഇവളെ കൂടെ പോയി കുതിരപ്പുറത്ത് കയറണ പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞങ്ങൾ ബേക്കറി കടയിൽ കയറി അവളെ പേരൊക്കെ എഴുതി തിരിച്ച് അവൾ വണ്ടി തന്നെ പോയി ഗൈസ്. ഞങ്ങൾ ഊട് വഴി കൂടെ വരാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞങ്ങൾക്ക് വഴി അറിഞ്ഞൂടെ ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെയോ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ഇപ്പം നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ഇല്ലാത്ത തള്ളു ഞങ്ങൾ തള്ളി മറിക്കുന്നതാണ് ഭാഗ്യയുടെ അടുത്ത്. അങ്ങനെ കേക്ക് മറിഞ്ഞ് നിൽക്കുന്നതാണ് ഗൈസ്. അവൾ വരുമ്പം കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ മൊണ്ണ ഐഡിയകൾ. അവർ വരുന്നവരെ ഞങ്ങളെ ചളിയൊക്കെ അടിച്ചതിന് ശേഷം അവരെത്തി. ഞങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് തന്നെ കൊച്ചിനെ അറിഞ്ഞൂടാ. കൊച്ചി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്തിനോ ആവശ്യത്തിനാണ് വിളിച്ചത്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്തിനാണ് എന്നെ മാത്രം വിളിച്ചത്, എനിക്കൊന്നും വയ്യ ജോലി ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കേക്ക് കാണിച്ചുകൊണ്ട് ചെറുതായിട്ട് എനിക്കൊരു അടിയും കിട്ടി. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് മുറിച്ചതിന് ശേഷമാണ് സത്യം അറിഞ്ഞ കേക്ക് കൊള്ളൂല. രണ്ടാമത് കേക്ക് വാങ്ങാൻ പോയിരിക്കണം. ഭാഗ്യക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടാമത് കേക്കിന് പോയിരിക്കുന്നത് അവളൊന്നും പറയാറില്ല, ഇൻട്രോവേർട്ടാണ്. ഭവാനി അൽഭവാനി. തിരിച്ചവൾ കേക്കും കൊണ്ടുവന്നിട്ട് കില്ലാടി എന്ന് പറയാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗേസ്. കേക്ക് കിട്ടിയതിൻ്റെ രണ്ടാമത്തെ സന്തോഷമാണ്. ഒരു ദിവസം തന്നെ രണ്ടാമത് കേക്ക് മുറിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യ. തിരിച്ച് സാറ് വിളിക്കുന്നുണ്ട് ഗേസ്. നമ്മൾ ക്ലാസ് ഫുള്ളും കട്ട് ചെയ്തത് സാർ അറിഞ്ഞ്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ ട്രാപ്പായി പോയി ഗേസ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് ഓടി ഗേസ്. ക്ലാസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ സാറ് ഞങ്ങളെ കൊല്ലും. അപ്പം അടുത്ത വീഡിയോ കാണാം ഗേസ്. ടാറ്റാ.